തോൽവികളുടെ, ആശങ്കകളുടെ, പരാജയഭീതിയുടെ, സംശയത്തിൻ്റെ കഥകളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇതുവരെയും പറയാനുണ്ടായിരുന്നു. ചില സമയത്ത് ചില ആശ്വാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. കോപ്പലാശൻ്റെ സമയത്തും ഇവാനാശൻ്റെ സമയത്തും ഒക്കെ നമ്മൾ കുറേയധികം സന്തോഷിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ്. ആദ്യ സീസണിലും നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ നിരന്തരം അന്ന് മുതലുള്ള ആശങ്കയും സംശയമൊക്കെ നമ്മുടെ കൂടപ്പിറപ്പ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിൽ ഡാനിയലിനെ ടീമിലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഡാനിയൽ ടീമിലേക്ക് വരുമ്പോൾ അജിസൽ ടീം വിട്ടു പോകുമോ എന്നുള്ള സങ്കടം നമ്മളെ വളരെ വളരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കുറേയധികം ഒന്ന് രണ്ട് ആവറേജ് സൈനിങ്ങുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നട്ടെല്ലുകളാകുന്ന താരങ്ങളെ മുഴുവൻ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിടുന്ന ദുരവസ്ഥ നമ്മൾ ഒരിക്കലല്ല ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ഈ സീസണിലും ആ തിരക്കഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. എത്ര മഹാരഥന്മാരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പടിയിറങ്ങിപ്പോയത്. ഇനി കോറോസിങ്ങിനെ പോലെയുള്ള താരങ്ങളെയും ഇവന്മാർ തൂക്കി വിൽക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല. ജീക്സണും റാക്കിപ്പും സഹലും ഒക്കെ പടിയിറങ്ങിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ ഏറ്റവും സ്ഥിരതയോടുകൂടി സീനിയർ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു താരം അജിസൽ തന്നെയാണ്. കറണ്ട് ഫോം പീക്കിൽ നിൽക്കുന്ന ഒരേ ഒരു ബ്ലാസ്റ്റേഴ്സ് താരം അജിസൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കാലിക്കറ്റിന് വേണ്ടിയിട്ട് സൂപ്പർ ലീഗ് കേരളയിൽ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിലും കേരളത്തിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അജിസൽ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചുകൊണ്ട് എല്ലാ മത്സരങ്ങളിലും സ്കോർ ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ഒരു പീക്ക് ഫോം പ്ലെയർ തന്നെയാണ്. അതേ അജിസൽ നമുക്കൊരു മുതൽക്കൂട്ടാവും. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിയൽ ഗെയിം ചേഞ്ചർ അജിസലാകും എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുമ്പോഴും നമുക്ക് ആശങ്കകൾ വിട്ടൊഴിഞ്ഞിട്ടൊരു നേരമില്ല. കാരണം ഡാനിയൽ ടീമിൽ വരുമ്പം ഈ പിഴച്ച മാനേജ്മെൻറ്റ് അജിസലിനെ തൂക്കി വിൽക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അമീറൻവാടെ നമ്മൾ സാലറി മോഹൻ ബഗാൻ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊണ്ടു പൊക്കോളാൻ പറഞ്ഞ മാനേജ്മെൻ്റ് ഉള്ള കാലത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡാനിയൽ വരുമ്പോൾ അജിസൽ പടിയിറങ്ങാനുള്ള ഒരു ദുരന്ത കാഹളമായിരിക്കുമോ എന്നുള്ളത് ഒരു സംശയവും ആശങ്കയും ഒക്കെ തന്നെ ആടേ നമുക്കെല്ലാവർക്കും.